Welcome you all to Kerala School Tuition YouTube channel. Today we are going to discuss fourth chapter of class 5 standard 5 maths. Okay, fourth chapter ഏതാണ് സർക്കിൾസ്. ഇത് നിങ്ങളുടെ പല ചാപ്റ്ററുകളിൽ ഏറ്റവും സിംപിളസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഈ സർക്കിൾസ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് പഠിക്കാൻ ആക്ച്വലി രണ്ട് ലൈൻ കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു ലെങ്തി ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒരു സർക്കിള്, ഇതിനെയാണ് സർക്കിൾ എന്ന് പറയുന്നത്. ഈ സർക്കിൾ നിങ്ങൾ എങ്ങനെയാണ് വരയ്ക്കുന്നത്? സർക്കിൾ വരയ്ക്കുന്നത് നമ്മളൊരു അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് കാണും. ആ സെൻറ്റർ പോയിൻറ്റിനെ ഒരു കോമ്പസ് വെച്ചാണ് ഈ ചുറ്റിനും ഇങ്ങനെ സർക്കിളാക്കി നമ്മൾ വരയ്ക്കുന്നത്. മനസ്സിലാവുന്നു? കോമ്പസിലെ നമ്മളുടെ ഇൻസ്ട്രുമെൻ്റ് ബോക്സിനകത്ത് ആ കോമ്പസ് യൂസ് ചെയ്ത് ഒരു സെൻറ്റർ പോയിൻ്റ് നമ്മൾ ഫിക്സ് ചെയ്തിട്ട് നമ്മൾ വെച്ച് കറക്കും. അന്നേരം നമുക്കൊരു സർക്കിൾ കിട്ടും. ആർ യു ഗെറ്റിംഗ് ഇറ്റ്? സോ ഒരു സർക്കിളിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി പറയുന്നത് ആ സർക്കിളിൻ്റെ ഒരു പ്രോപ്പർട്ടിയെക്കുറിച്ച് മാത്രമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. സർക്കിളിന് എന്തുകൊണ്ട്? സെൻറ്റർ ഉണ്ട്. ഇസ് ദാറ്റ് ഓക്കെ? ഇനി സർക്കിളിൻ്റെ ഈ സെൻറ്ററിൽ നിന്നും ഇതിൻ്റെ ഈ ലൈനിൽ, അതായത് സർക്കിളിൻ്റെ ആ സർക്കിൾ ലൈനിനകത്തോട്ടുള്ള കണക്ഷൻ, ഇതിനെയാണ് റേഡിയസ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദിസ്? റേഡിയസ്. ഇസ് ദാറ്റ് ഓക്കെ? സോ റേഡിയസ് എന്ന് വെച്ചാൽ എന്തുവാ? നമ്മൾ കോമ്പസിൽ നമ്മൾ ആ എടുത്ത അകലം, അതാണ് റേഡിയസ് എന്ന് പറയുന്നത്. സോ യൂഷ്വലി നമ്മൾ എങ്ങനെയാണ് ഒരു സർക്കിൾ വരയ്ക്കുന്നതെന്ന് അറിയാമോ? നമ്മളൊരു കോമ്പസ് എടുക്കും. കോമ്പസിനകത്തിരിക്കുന്ന പെൻസിലാണിത്. കോമ്പസിൻ്റെ ഇത് മൊനയാണിത്. കോമ്പസിൻ്റെ പെൻസിൽ. നമ്മളത് കഴിഞ്ഞ് ഒരു സ്കെയിൽ എടുക്കും. സ്കെയിലിനകത്ത് മെഷർമെൻ്റ് ഇല്ലേ? 1 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ എന്ന്. സോ ദെൻ വി മെഷർ ഇറ്റ്. സോ 0 to 5. സോ 5 സെൻറ്റിമീറ്റർ, 3, 4, 5. സോ 5 സെൻറ്റിമീറ്റർ നമ്മൾ ഈ കോമ്പസ് വെച്ച് നമ്മൾ ഇങ്ങനെ അകത്തിയെടുക്കും. എന്നിട്ട് കോമ്പസിൻ്റെ ഇതൊരെണ്ണം കുത്തിയിട്ട് നമ്മൾ എന്തോ ചെയ്യും? ഇങ്ങനെ കറക്കി അങ്ങ് വരയ്ക്കും. വരയ്ക്കാൻ നമുക്ക് എന്തോ കിട്ടും? സർക്കിൾ കിട്ടും. സോ നമ്മൾ ഈ സ്കെയിലിൽ അളന്ന് എടുത്ത ഉണ്ടല്ലോ ഈ കോമ്പസിൻ്റെ, അതല്ലേ നമ്മൾ ഇത് വരയ്ക്കാൻ ഉപയോഗിക്കുന്നത്, സർക്കിൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്നത്. ആ ഒരു അകലത്തെയാണ്, മെഷർമെൻറ്റിനെയാണ് നമ്മൾ റേഡിയസ് എന്ന് വിളിക്കുന്നത്. അതർവൈസ് വി കുഡ് സേ ഇറ്റ് ഈസ് ദ ലൈൻ കണക്റ്റിംഗ് ഫ്രം സെൻറ്റർ ടു ദ സർക്കിൾ. സോ സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്നും സർക്കിളിനകത്തോട്ട് കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ റേഡിയസ് എന്ന് വിളിക്കുന്നത്. ഈസ് ദാറ്റ് ഓക്കെ? സോ എത്ര റേഡിയസ് ഉണ്ടായിരിക്കും സാറേ? n നമ്പർ ഓഫ് റേഡിയസ് ഉണ്ടായിരിക്കും. ഇൻഡെഫിനിറ്റ് നമ്പർ ഓഫ് റേഡിയസ്. ഇൻഡെഫിനിറ്റ് എന്ന് വെച്ചാൽ എന്തുവാ? ഇൻഡെഫിനിറ്റ് ഈസ് ഓപ്പോസിറ്റ് ടു ഡെഫിനിറ്റ്. സോ ഡെഫിനിറ്റ് എന്ന് വെച്ചാൽ എന്തുവാ? ഡെഫിനിറ്റ് എന്ന് വെച്ചാൽ കൃത്യമായി ഒരു നമ്പർ ഉള്ളത്. അതായത് നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട്? 10 വയസ്സുണ്ട്. ദാറ്റ് ഈസ് എ ഡെഫിനിറ്റ് നമ്പർ. ഇസ് ദാറ്റ് ഓക്കെ? നിങ്ങളുടെ വീട്ടിൽ എത്ര കാറുകളുണ്ട്? 1 കാറ്. ദാറ്റ് ഈസ് എ ഡെഫിനിറ്റ് നമ്പർ. ഓക്കെയാ? അതേ സമയത്ത് ഞാൻ ചോദിക്കും, നിങ്ങളുടെ വീട്ടിൽ എത്ര ആൾക്കാരുണ്ട്? 5 പേര്. 5 members we have. സോ അത് ഒരു ഡെഫിനിറ്റ് നമ്പറാണ്. അപ്പോൾ ഇൻഡെഫിനിറ്റ് നമ്പർ എന്ന് വെച്ചാൽ എന്തുവാ? ഇൻഡെഫിനിറ്റ് നമ്പർ എന്ന് വെച്ചാൽ നമുക്കതിൻ്റെ എണ്ണം കൃത്യമായി പറയാൻ പറ്റാത്തതാണ് ഇൻഡെഫിനിറ്റ് നമ്പർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയട്ടെ. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീടുണ്ട്. വീട്ടിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് കൃഷിസ്ഥലമുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ കുറച്ച് സ്ഥലമെങ്കിലും കാണില്ലേ? അവിടെ ഞാൻ ചോദിക്കുക, നിങ്ങൾ ഒരു കൈ പിടി മണ്ണെടുക്കുക, എ ഹാൻഡ് ഫുൾ ഓഫ് സോയിൽ. സോ ഐ ആം ആസ്കിങ് യു, ഹൗ മെനി ഡിഫറെൻ്റ് സോയിൽ പാർട്ടിക്കിൾസ് ആർ ദെയർ? എത്ര മണ്ണിൻ്റെ തരികളുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് എണ്ണാൻ പറ്റുമോ? ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ഇറ്റ്സ് ഓൾമോസ്റ്റ് ഇൻഡെഫിനിറ്റ്. അതായത് നിങ്ങളുടെ വീട്ടിലുള്ള, നിങ്ങളുടെ കൃഷിസ്ഥലത്തിലുള്ള മൺതരികളുടെ എണ്ണം ഞാൻ ചോദിച്ചാൽ അത് ഇൻഡെഫിനിറ്റ് ആണ്. നമുക്കത് എണ്ണി പറയാൻ പറ്റത്തില്ല. മനസ്സിലാവുന്നു? രാത്രിയിൽ ഹൗ മെനി സ്റ്റാർസ് ആർ ദെയർ ഇൻ ദ സ്കൈ എന്ന് ചോദിച്ചാൽ എത്ര നക്ഷത്രങ്ങളുണ്ട്? ഹൗ മെനി സ്റ്റാർസ് ആർ ദെയർ ഇൻ ദ സ്കൈ? ദാറ്റ് ഈസ് ഇൻഡെഫിനിറ്റ്. വി കൻ നോട്ട് കൗണ്ട് ഇറ്റ് ഫുള്ളി. ഒരു 10, 15, 50, 100 നിങ്ങൾ എണ്ണും. പക്ഷെ 100 നക്ഷത്രങ്ങളല്ല.
നമ്മളുടെ സ്കൈയിലുള്ളത്. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് ഇൻഡെഫിനിറ്റ്. നൗ കംസ് ടു ഹിയർ. സോ സെൻറ്ററിൽ നിന്നും നമ്മൾ ആ റേഡിയസിലോട്ട് വരയ്ക്കുന്ന ആ ലൈനിനെയാണ് സെൻറ്ററിൽ നിന്നും സർക്കിളിനകത്തോട്ട് വരയ്ക്കുന്ന ആ ലൈനിനെയാണ് നമ്മൾ റേഡിയസ് എന്ന് പറയുന്നത്. എത്ര റേഡിയസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്ത് വരയ്ക്കാൻ പറ്റും. റേഡിയസ്. സോ ഇൻഡെഫിനിറ്റ് നമ്പർ ഓഫ് റേഡിയസ് ആർ ദെയർ. ഈസ് ദാറ്റ് ഓക്കെ? സോ റേഡിയസ് എന്തുവാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? സർക്കിൾ എന്തുവാണെന്ന് മനസ്സിലായി, സർക്കിളിൻ്റെ സെൻറ്റർ എന്തുവാണെന്ന് മനസ്സിലായി, റേഡിയസ് എന്തുവാണെന്ന് മനസ്സിലായി. എങ്ങനെ ആ സർക്കിൾ ഒരു കോമ്പസ് വെച്ച് വരയ്ക്കുന്നതെന്ന് സാറ് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അതാണ് നിങ്ങൾക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ള ഒരു കാര്യം. അത് മാത്രമേ ഉള്ളൂ? അല്ല, ഇനിയും ഉണ്ട് പഠിക്കാൻ. ഇനി എന്തോ പഠിക്കാനുള്ളത് നോക്കാം. സെൻറ്ററിൽ നിന്നും വരയ്ക്കുന്ന ഇതിനെ നമ്മൾ റേഡിയസ് എന്ന് പറയുന്നു. ഇനി ഈ സർക്കിളിൽ എനിക്ക് വരയ്ക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ലൈൻ ഏതാണ്? ഇതൊരു ലൈനല്ലേ? ഇതിനേക്കാളും വലിയ ലൈനല്ലേ ഇത്? ഇതിനേക്കാളും വലിയ ലൈനല്ലേ ഇത്? അതിനേക്കാളും വലിയ ലൈനല്ലേ അത്? അതിനേക്കാളും വലിയ ലൈനല്ലേ ഇത്? യെസ് ഓർ നോ? ഇതിനേക്കാളും വലിയ ലൈനല്ലേ ഇത്? മനസ്സിലായോ? ഇനി ഇതിനേക്കാളും വലിയ ലൈനാണോ അത്? അല്ല, ഇതിനേക്കാളും ചെറിയ ലൈനാണിത്. ഇതിനേക്കാളും ചെറിയ ലൈനാണ് ഇത്. ഇതിനേക്കാളും ചെറിയ ലൈനാണ് ഇത്. അതായത് സർക്കിളിലൂടെ എനിക്ക് ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ട് ഒരു ലൈനെ വരയ്ക്കാൻ പറ്റൂ. ആ ലൈൻ സർക്കിളിൻ്റെ സെൻറ്ററിലൂടെ പാസ് ചെയ്യണം. യെസ് ഓർ നോ? അന്നേരം ചോദിക്കും, സാറേ ഒരു ലൈനെ വരയ്ക്കാൻ പറ്റും. അല്ല, എത്ര ലൈൻ വേണമെങ്കിലും വരയ്ക്കാം. അത് സെൻറ്ററിനകത്തൂടെ കടന്നു പോകണമെന്നേ ഉള്ളൂ. ഇങ്ങനെ എത്ര ലൈൻ വേണമെങ്കിലും വരയ്ക്കാം. സോ സർക്കിളിനകത്ത് സെൻറ്ററിലൂടെ കടന്നു പോകുന്ന ഒരു ലൈൻ എന്ന് പറയുന്നത് ലോങ്ങസ്റ്റ് ആയിരിക്കും. മനസ്സിലാവുന്നോ? ഈ ലോങ്ങസ്റ്റ് ലൈൻ ഇതിനെയാണ് നമ്മൾ ഡയമീറ്റർ എന്ന് പറയുന്നത്. എന്താണ് ഡയമീറ്റർ? മനസ്സിലായോ നിങ്ങൾക്ക്? നമ്മളൊരു സർക്കിൾ പറഞ്ഞു. സർക്കിളിന് നമ്മൾ ഒരു റേഡിയസ് പറഞ്ഞു. ഇനി സർക്കിളിൻ്റെ സെൻറ്ററിലൂടെ കടന്നു പോകുന്ന ഒരു വലിയ ലൈനിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ദാറ്റ് ഈസ് ഒരു വലിയ ലൈനിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ദിസ് ഈസ് കാൾഡ് ഡയമീറ്റർ. എന്താണ് ഡയമീറ്റർ? ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, ഈ ഡയമീറ്റർ എന്ന് പറയുന്നത് സെൻറ്ററിൽ നിന്നും ഒരു സൈഡ് പോയി സർക്കിളിൽ തൊട്ടു, സെൻറ്ററിൽ നിന്നും വേറൊരു സൈഡ് പോയി സർക്കിളിൽ തൊട്ടു. ഓർ എനിക്ക് പറയാം ഡയമീറ്ററിൻ്റെ ഒരു പാർട്ട് എന്ന് പറയുന്നത് ഒരു റേഡിയസ് ആണ്, ഡയമീറ്ററിൻ്റെ മറ്റൊരു പാർട്ട് എന്ന് പറയുന്നത് വേറെ റേഡിയസ് ആണ്. ഐ ക്യാൻ നെയിം ഇറ്റ് ആസ് R1 ആൻഡ് R2, റേഡിയസ് 1 റേഡിയസ് 2. മനസ്സിലാവുന്നോ? ഓർ ഐ കുഡ് സേ ഡയമീറ്റർ ഈസ് ഈക്വൽ ടു 2R, ദാറ്റ് ഈസ് 2 into റേഡിയസ്. അതായത് നേരത്തെ ഞാൻ സർക്കിൾ വരയ്ക്കാൻ ഒരു 5 സെൻറ്റിമീറ്റർ എടുത്തത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് സ്കെയിലിൽ? ദാറ്റ് ഈസ് വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. സോ വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ? 5 സെൻറ്റിമീറ്റർ. Then what is the diameter of that circle? That is equal to 2 into R, that is 2 into 5, that is 10 centimeter. മനസ്സിലായോ? സോ റിമെമ്പർ ദിസ് ഇക്വേഷൻ. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ബുക്ക് സോൾവ് ചെയ്ത് മുമ്പോട്ട് പോകാം. ഇവിടെ റസിയ എന്ന് പറയുന്ന പെൺകുട്ടി ഇരുന്ന് അവളുടെ കൈ കിട്ടിയ സാധനങ്ങളെല്ലാം എടുത്ത് വെച്ച് സർക്കിൾ വരയ്ക്കുക. പുള്ളിക്കാരി ഒരു ഗ്ലാസ് എടുത്ത് വെച്ച് വരയ്ക്കുന്നു, പുള്ളിക്കാരുടെ കൈകരിക്കുന്ന വളകൾ എടുത്ത് വെച്ച് വരയ്ക്കുന്നു, പല ടൈപ്പുള്ള വളകൾ, വീട്ടിലെ കപ്പും സോസറിൻ്റെ ചട്ടി എടുത്ത് വെച്ച് വരയ്ക്കുന്നു. അങ്ങനെ പുള്ളിക്കാരി സർക്കിൾ വരച്ച് കളിക്കുക. പുള്ളിക്കാരിയുടെ കാലത്ത് കോമ്പസ് ഇല്ലായിരുന്നു തോന്നുന്നു കേട്ടോ. ഇത് കണ്ട നിങ്ങൾ ചെടിച്ചട്ടി അതിൻ്റെ അറ്റം എങ്ങനെ ഇരിക്കാന്ന് കണ്ട ഒരു സർക്കിളാണ് അതിൻ്റെ മൂഡ്. ഇത് നിങ്ങൾ കണ്ട സർക്കിളാണ്, ഇത് നിങ്ങൾ കണ്ടോ സർക്കിളാണ്. നിങ്ങളുടെ വീട്ടിലെ ടയർ കണ്ടിട്ടില്ലേ, ബൈക്കിൻ്റെയും കാറിൻ്റെയൊക്കെയും, അത് സർക്കുലാർ ഷേപ്പാണ്. അതിന് സർക്കുലാർ ഷേപ്പ് എന്ന് പറയും. സർക്കുലാറാണ്, സർക്കിളാണ്. യെസ് ഓർ നോ? ചെറിയ സർക്കിള്, വലിയ സർക്കിള്, അതിലും വലിയ സർക്കിള്, ഇതിനെല്ലാം ഒരു സെൻറ്ററും ഉണ്ടായിരിക്കും, ഇതിനെല്ലാം ഒരു റേഡിയസും ഉണ്ടായിരിക്കും. ശരിയല്ലേ?
ശരിയല്ലേ? സപ്പോസ് ഞാൻ ഇതിൻ്റെ റേഡിയസിനെ R1 എന്ന് വിളിക്കുന്നു, ഇതിൻ്റെ റേഡിയസിന് R2 എന്ന് വിളിക്കുന്നു, ഇതിൻ്റെ റേഡിയസിന് R3 എന്ന് വിളിക്കുന്നു. ഇത് ഇമേജ് എ, ഇത് ഇമേജ് ബി, ഇമേജ് സി. സോ ഞാൻ നിങ്ങളോട് ചോദിക്കുക, ഈ ഇമേജ് എ ബി സിയിൽ ഏതിൻ്റെ റേഡിയസാണ് ഏറ്റവും വലുത്? നിങ്ങൾ പറയും സിയുടെ റേഡിയസായ R3 ആണ് സാർ ഏറ്റവും വലുതെന്ന് പറയും. അതിനേക്കാളും ചെറുത് ഏതാ? R2. അതിനേക്കാളും ചെറുത് ഏതാ? R1. ഈ സിമ്പിളിൻ്റെ അർത്ഥം ഗ്രേറ്റർ ദാൻ എന്നാണ് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ചാപ്റ്ററിനകത്തൊന്നും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വെച്ചിരിക്കാം. അതായത് R3 ആണ് R2വിനേക്കാളും വലുത്, R2 ആണ് R1വിനേക്കാളും വലുത്. Is that okay? So 3 circle different sizes. How do we draw such a circle? Compass ഉപയോഗിച്ച്. കണ്ടോ? ഇതാണ് നമ്മളുടെ ഇൻസ്ട്രുമെൻ്റ് ബോക്സിലുള്ള കോമ്പസ് എന്ന് പറയുന്ന സാധനം. കോമ്പസ് എന്ന് പറയുന്നത് അകലം കൂട്ടുന്തോറും വലിയ സർക്കിൾ നമുക്ക് കിട്ടും, അകലം ചെറുതാക്കുമ്പോൾ ചെറിയ സർക്കിൾ നമുക്ക് കിട്ടും. എസ് ഓർണോ? മനസ്സിലായോ? സോ ഫാത്തിമ ഇരുന്ന് വരച്ച് പഠിക്കുക. വാട്ട് ഷീ ഈസ് ട്രൈങ് ടു ഡ്രോ? She is trying to draw circle. She is using a tool for this. You can find such a tool in your geometry box. അതിനെയാണ് ഞങ്ങൾ കോമ്പസ് എന്ന് പറയുന്നത്. കോമ്പസിനകത്ത് മെഷർമെൻ്റ് എടുത്ത് വരയ്ക്കുകയാണ് പരിപാടി. Is that okay? ഇനി ഇവിടെ ശ്രദ്ധിച്ചോണം. What can we say about these circles? ഇവിടെ 2 സർക്കിൾ വരച്ചിട്ടുണ്ട്. രണ്ടിനും ഒരേ ഒരു സെൻറ്റർ പോയിൻ്റ് ആണ് എടുത്തത്. A fixed point is called center of the circle. മനസ്സിലാവുന്നു? ഈ ഫിക്സഡ് പോയിന്റിൽ വെച്ച് ആദ്യം പുള്ളിക്കാരി ഒരു 1 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഒരു വര വരച്ചു, അന്നേരം ഒരു സർക്കിൾ കിട്ടി. ഈ ഫിക്സഡ് പോയിന്റിൽ വെച്ച് പുള്ളിക്കാരി 2 സെൻറ്റിമീറ്റർ വെച്ച് ഒരു വര വരച്ചു, അന്നേരം പുള്ളിക്കാരിക്ക് കിട്ടി രണ്ടാമത്തെ സർക്കിൾ. യെസ് ഓർ നോ? 2 സർക്കിളുംൻ്റെയും സെൻറ്റർ ഒന്ന് തന്നെയാണ്, കോമൺ സെൻറ്റർ. സോ സെൻറ്റർ ഈസ് ബോത്ത് സെയിം. മനസ്സിലാവുന്നോ? പക്ഷേ ഇതിനകത്ത് ഒരു സർക്കിൾ എന്ന് പറയുന്നത് ഇറ്റ്സ് ലാർജർ ദാൻ ദ അതർ. ദ ലാർജർ സർക്കിൾ ഗോട്ട് ബൈ സ്പ്രെഡിങ് ദ കോമ്പസ് മോർ റേഡിയസ് എടുത്തു. ദ ഡിസ്റ്റൻസ് ഫ്രം സെൻറ്റർ ടു ദ സർക്കിൾ ഈസ് കാൾഡ് റേഡിയസ് ഓഫ് ദി സർക്കിൾ. സോ വാട്ട് ഈസ് റേഡിയസ് ഓഫ് എ സർക്കിൾ? വാട്ട് ഡു യു മീൻ ബൈ റേഡിയസ് ഓഫ് എ സർക്കിൾ? ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ ടു ദ സർക്കിൾ. Distance from the center to the circle is called radius of the circle. നമ്മൾ പഠിച്ചില്ലേ റേഡിയസിനെ വെച്ച്? കണ്ടോ? സ്കെയിൽ എടുക്കുന്നു, സ്കെയിലിനകത്ത് കോമ്പസ് വെച്ച് അളക്കുന്നു, കോമ്പസ് ഒരിടത്ത് കുത്തുന്നു, ഒരൊറ്റ വര, you will get your circle. Okay, so how do we draw a circle of radius 3 cm? സ്കെയിൽ എടുക്കുന്നു, 3 സെൻറ്റിമീറ്റർ അളക്കുന്നു, ഒരിടത്ത് കുത്തുന്നു, ഒരൊറ്റ വര വരയ്ക്കുന്നു, you will get it. Measure the radius of this circle. ഇതിൻ്റെ റേഡിയസ് നിങ്ങൾ അളക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സാറിന് തോന്നുന്നത് ഒരു 2 സെൻറ്റിമീറ്റർ ആയിരിക്കണം. ഓക്കെ, സ്കെയിൽ എടുത്ത് വെച്ച് അളന്ന് നോക്കണം. നിങ്ങൾ ഒരു വര വരയ്ക്കണം ആദ്യം. ഇതെങ്ങനെ അളക്കുന്നത്? ആദ്യം ഒരു വര വരയ്ക്കും നിങ്ങൾ, എന്നിട്ട് ആ വരയുടെ നീളം അളക്കും സ്കെയിൽ വെച്ച്. 2 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, നൗ നെക്സ്റ്റ് ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 5 സെൻറ്റിമീറ്റർ. എങ്ങനെ വരയ്ക്കും? കോമ്പസ് എടുക്കുന്നു, 5 സെൻറ്റിമീറ്റർ അളക്കുന്നു, ഒരിടത്ത് സെൻറ്റർ ആക്കുന്നു, കുത്തുന്നു, ഒരൊറ്റ വര, യു വിൽ ഗെറ്റ് ഇറ്റ് 5 സെൻറ്റിമീറ്റർ. Okay, now draw a circle of radius 3 cm. If a point is, okay, draw a circle of radius 3 cm. 3 cm radius ഉള്ള ഒരു സർക്കിൾ വരച്ചേ. ഒരു സെൻറ്റർ എടുത്തു, സെൻറ്ററിൽ നിന്നും 1 2 3, ദെൻ അവിടെ നിന്നും അത് റേഡിയസ് ആക്കിക്കൊണ്ട് നമ്മളൊരു സർക്കിൾ വരയ്ക്കാൻ പോവാണ്. മനസ്സിലാവുന്നോ? ഓക്കെ, ഇതാണ് അതിൻ്റെ സെൻറ്റർ. വരച്ചു. സോ ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെൻറ്റിമീറ്റർ. 3 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ റേഡിയസ്. ഇഫ് എ പോയിൻ്റ് ഈസ് 5 സെൻറ്റിമീറ്റർ എവേ ഫ്രം ദ സെൻറ്റർ, സെൻറ്ററിൽ നിന്നും 5 സെൻറ്റിമീറ്റർ എവേ ആയിട്ടൊരു പോയിൻ്റ് ഉണ്ടെങ്കിൽ വുഡ് ഇറ്റ് ബി ഇൻസൈഡ് ഓർ ഔട്ട്സൈഡ് ദിസ് സർക്കിൾ? സെൻറ്ററിൽ നിന്ന് ഞാൻ 5 സെൻറ്റിമീറ്റർ നോക്കി, 5 സെൻറ്റിമീറ്റർ നോക്കുമ്പോൾ ഇവിടെ വരും ആ പോയിൻ്റ് എ എന്ന് പറയുന്നത്. Is the point A inside the circle or outside the circle? Outside. കാര്യം എന്താ? റേഡിയസ് തന്നെ 3 സെൻറ്റിമീറ്റർ, അതിന് പുറത്തോട്ട് പോകത്തില്ല സർക്കിൾ. Now all circles in this picture below are of same radius. Okay, can you draw? സോ ഇങ്ങനെ ഒരു പിക്ചർ നിങ്ങളുണ്ട്. ഇതിനകത്ത് ഒരുപാട് സർക്കിൾസ് ഉണ്ട്. 1 2 3 4 5 6 7.
കണ്ടോ നിങ്ങൾ, ഒരുപാട് സർക്കിൾസ് ഉണ്ട് ഇതിനകത്ത്. ഈ ക്യാൻ യു ഡ്രോ ദിസ് ഇൻ യുവർ നോട്ട്ബുക്ക് വിത്ത് എ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെൻറ്റിമീറ്റർ. സോ 3 സെൻറ്റിമീറ്റർ ഉള്ള ഓരോ സർക്കിൾസ് ആയിട്ട് നിങ്ങൾ ഇത്രയും സർക്കിൾസിന് നിങ്ങളുടെ നോട്ട് ബുക്കിൽ വരയ്ക്കാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. വരയ്ക്കാൻ പറ്റുമോ? കാണുമ്പോൾ പേടിയാവും, പക്ഷേ പേടിക്കേണ്ട. എന്തുകൊണ്ട് പേടിക്കണ്ട? ഇതെന്ന് പറയുന്നത് ഈസിയാണ്. നിങ്ങൾ ചുമ്മാ കൺഫ്യൂസ് ചെയ്യാൻ നോക്കുകയാണ്. ഇന്നത്തെ മോസ്റ്റ് മോഡേൺ മൊബൈൽ യൂസ് ചെയ്യുന്ന നിങ്ങളെപ്പോലുള്ള ടെക്നോളജി ജയൻസിന് മുമ്പിൽ ഇത് ഒന്നുമല്ല. ലെറ്റ്സ് ലുക്ക് ഇൻ ടു ഇറ്റ്. ഓക്കെ, നോക്കാം നമുക്ക്. ആദ്യം നിങ്ങൾ നോക്കേണ്ടത്, ആദ്യം കാണുമ്പോഴേ അയ്യോ സാറേ ഇത് എവിടുന്നാണ് വരയ്ക്കുന്നത്, എങ്ങനെയാണ് വരയ്ക്കുന്നത്, ഒന്നും പേടിക്കണ്ട. ആദ്യം ഇതിൻ്റെ പോയിൻറ്റ്സുകൾ നിങ്ങൾ കണ്ടെത്തുക. ആ പോയിൻറ്റ്സിനെ ബേസ് ചെയ്ത് നമുക്ക് വരയ്ക്കാം. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്, നിങ്ങൾ കാണുന്നുണ്ടോ? ഈ പോയിൻറ്റിനെ വെച്ചുകൊണ്ട് എന്തുമായാലും ഇയാൾ ഇങ്ങനൊരു സർക്കിൾ വരച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് സംശയമൊന്നുമില്ല. യെസ് ഓർ നോ? ഇനി ഈ പോയിൻറ്റിനെ വെച്ചുകൊണ്ട് വേറെ ഏതെങ്കിലും സർക്കിൾ നിങ്ങൾ ഇത് വരച്ചതായിട്ട് കാണുന്നുണ്ടോ? ഇല്ല. കാര്യം എന്തുവാ? ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വരണം, ഇങ്ങനെ വരണം, അങ്ങനെ ഒന്നും ഇതിനകത്ത് വന്നിട്ടില്ല. ഒരേ ഒരു സർക്കിളേ വരച്ചിട്ടുള്ളൂ. ഇനി എന്തോ ചെയ്യുന്നതെന്ന് അറിയാമോ? ഇവർ ചെയ്തത് ഈ സർക്കിളിനകത്തെ, അതായത് ഈ സർക്കിളിനകത്ത് നമ്മളിപ്പോൾ വരച്ചില്ല ഒരു സർക്കിൾ, ആ സർക്കിളിനകത്ത് പല പോയിൻറ്റ്സുകൾ അവരെടുക്കാൻ പോവുക. വാട്ട് ദേ ആർ ഗോയിങ് ടു ഡു, ഡിഫറെൻറ്റ് പോയിൻറ്റ്സ് ഇൻ ദാറ്റ് സർക്കിൾ ദേ ആർ ഗോയിങ് ടു ടേക്ക്. ലെറ്റ്സ് കൗണ്ട് ദാറ്റ് നമ്പർ ഓഫ് ഡിസ്ക്രീറ്റ് പോയിൻറ്റ്സ്. 1, 2, 3, 4, 5, 6. So 6 points. 1, 2, 3, 4, 5, 6. സോ 6 പോയിൻറ്റ്സ് ഈ സർക്കിളിനകത്ത് വളരെ ഡെഫിനിറ്റായിട്ട് വരയ്ക്കണം. എങ്ങനെ വരയ്ക്കുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തോ പഠിപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നായിരുന്നു സെറ്റ് സ്ക്വയറിനെ കുറിച്ച്. എന്താ പറഞ്ഞേ? ചില സെറ്റ് സ്ക്വയർ 90 ഡിഗ്രിയും 60 ഡിഗ്രിയും 30 ഡിഗ്രിയുമാണ്. വേറൊരു ടൈപ്പ് സെറ്റ് സ്ക്വയർ ഉണ്ട്, അത് 90 ഡിഗ്രിയും 45ഉം 45ആണ്. സോ ഇവിടെ 60 ഡിഗ്രി ഉള്ളത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ 360 ഡിഗ്രിയെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 6. യെസ് ഓർ നോ? ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ലേ ഇത്? 360നെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 6 വരും. അതായത് ഒരു പോയിൻറ്റിനെ ഇനി നമുക്ക് 6 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എങ്ങനെ? 60 ഡിഗ്രി മെഷർ ചെയ്താൽ. സോ ഇവിടെ സെൻറ്ററിൽ നിന്നും നിങ്ങൾ ആദ്യം ഒരു ലൈൻ വരയ്ക്കുക. യെസ് ഓർ നോ? സെൻറ്ററിൽ നിന്നും ആദ്യം ഒരു ലൈൻ വരയ്ക്കുക. അവിടെ നിന്നും നിങ്ങൾ 60 ഡിഗ്രി മെഷർ ചെയ്ത് ആരെ വെച്ചോണ്ട്? ഈ സെറ്റ് സ്ക്വയറിനെ വെച്ചുകൊണ്ട് വേറൊരു പോയിൻ്റ് എടുക്കുക, ഇവിടുന്ന് വേറൊരു പോയിൻ്റ് എടുക്കുക, ഇവിടുന്ന് വേറൊരു പോയിൻ്റ് എടുക്കുക, ഇവിടുന്ന് വേറൊരു പോയിൻ്റ് എടുക്കുക. സോ യു ഗോട്ട് 1, 2, 3, 4, 5, 6 പോയിൻറ്റ്സ്. യെസ് ഓർ നോ? അതിന് നിങ്ങൾ എന്തോ ഉപയോഗിച്ച്? ഈ സെറ്റ് സ്ക്വയർ യൂസ് ചെയ്തു. ഇനി ഈ ഒരു പോയിൻറ്റിനെ വെച്ചുകൊണ്ട് എല്ലാം 3 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, സോ കോമ്പസിൽ 3 സെൻറ്റിമീറ്റർ സ്കെയിലിൽ എടുക്കുക, 3 സെൻറ്റിമീറ്റർ സ്കെയിലിൽ എടുക്കുക, ഒരു സർക്കിൾ അങ്ങ് വരയ്ക്കുക. ഇനി ഈ പോയിൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു സർക്കിൾ വരയ്ക്കുക. അടുത്ത പോയിൻ്റ്, മൂന്നാമത്തെ പോയിൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് സർക്കിൾ വരയ്ക്കുക, നാലാമത്തേനെ വെച്ചുകൊണ്ട് സർക്കിൾ വരയ്ക്കുക, അഞ്ചാമത്തേനെ വെച്ച് സർക്കിൾ വരയ്ക്കുക, ആറാമത്തേനെ ബേസ് ചെയ്ത് സർക്കിൾ വരയ്ക്കുക. യെസ് ഓർ നോ? യെസ് ഓർ നോ? ഇറ്റ്സ് കംപ്ലീറ്റ്. ഏനാ? തീർന്നില്ലേ? കംപ്ലീറ്റ്. മനസ്സിലായോ നിങ്ങൾക്കിത് വരയ്ക്കേണ്ട ട്രിക്ക്? മനസ്സിലായോ? യെസ്. നൗ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ. ഡ്രോ സർക്കിൾസ് ഓഫ് റേഡിയസ് 3 സെൻറ്റിമീറ്റേഴ്സ്, 4 സെൻറ്റിമീറ്റേഴ്സ്, 5 സെൻറ്റിമീറ്റർ. അത്രേ ഉള്ളോ? ഡ്രോ സർക്കിൾസ് ഓഫ് റേഡിയസ് 3 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ. 3 സെൻറ്റിമീറ്റർ സ്കെയിലെടുക്കുന്നു, 3 സെൻറ്റിമീറ്റർ സ്കെയിലെടുക്കുന്നു, ഒരു സർക്കിൾ വരയ്ക്കുന്നു. 4 സെൻറ്റിമീറ്റർ എടുക്കുന്നു, ഒരു സർക്കിൾ വരയ്ക്കുന്നു. 5 സെൻറ്റിമീറ്റർ എടുക്കുന്നു, ഒരു സർക്കിൾ വരയ്ക്കുന്നു. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അത്? ഓക്കെ, ഈ ബോക്സുകളൊക്കെ ഞാൻ തിരിച്ചു വരുമ്പോൾ പറയാം. നൗ കംസ് ടു ദ ഡയമീറ്റർ. ഡയമീറ്റർ എന്ന് വെച്ചാൽ എന്തുവാ? 2 times the radius is diameter. ഓക്കെ, സോ അതിനകത്ത് എന്തോ ചെയ്യുന്നവർ സെൻറ്ററിലൂടെ കടന്നു പോകുന്ന ഒരു ലൈൻ വരയ്ക്കും. The radius extended. What is the length of this line?
What is the length of this line? That is 2 times the radius. Can you draw other lines of the same length within the circle? Yes, I can draw, no issue. ഇങ്ങോട്ട് വരയ്ക്കുക, അത് വരയ്ക്കാകത്തില്ല. സെൻറ്ററിലൂടെ ഇങ്ങോട്ട് വരയ്ക്കുക, ഇങ്ങോട്ട് വരയ്ക്കുക, ഇങ്ങോട്ട് വരയ്ക്കുക, ഇങ്ങോട്ട് വരയ്ക്കുക. How many such lines can we draw? How many such lines can we draw? ഞാൻ നേരത്തെ പറഞ്ഞ ഓർമ്മയല്ലേ, ഇൻഡെഫിനിറ്റ്. നമുക്ക് പറയാൻ പറ്റത്തില്ല അതിൻ്റെ കൗണ്ട്. ഇൻഡെഫിനിറ്റ്. Now, can we draw a longer line? Can we draw a longer line within the circle? This is the longer line. No other longer line. So, the line through the center are the longest. Yes, such line is called diameter. അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ സർക്കിളിൻ്റെ ഡയമീറ്ററിലൂടെ കടന്നു പോകുന്ന റേഡിയസിൻ്റെ ട്വൈസ് ലെങ്ത് ഉള്ള ലൈനാണ് ലോങ്ങസ്റ്റ് എന്ന് പറയുന്നത് സർക്കിളിനകത്ത്. സോ എ ഡയമീറ്റർ ഈസ് ദ ലോങ്ങസ്റ്റ് ലൈൻ ദാറ്റ് വി ക്യാൻ ഡ്രോ വിത്തിൻ ദ സർക്കിൾ. ദ ലെങ്ത് ഓഫ് സച്ച് എ ലൈൻ ഈസ് കാൾഡ് ഡയമീറ്റർ. അതിനെയാണ് ഡയമീറ്റർ എന്ന് പറയുന്നത്. ഡയമീറ്റർ എന്ന് പറയുന്നത് 2 times ദി റേഡിയസ് ആണ്. മെഷർ ദ ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ എങ്ങനെ ചെയ്യും? ഒരു സ്കെയിൽ എടുക്കുന്നു, സെൻറ്ററിനകത്തൂടെ അങ്ങ് വരയ്ക്കുന്നു. സെൻറ്ററിൻ്റെ അപ്പുറത്തൂടെ ആയി പോയാൽ തെറ്റാണത്. സെൻറ്ററിനകത്തൂടെ അങ്ങ് വരയ്ക്കുന്നു. എന്നിട്ട് ഇത് സ്കെയിൽ കൊണ്ട് മെഷർ ചെയ്യുക. ഇതെന്ന് പറയുന്നത് ഏകദേശം 1, 2, 1, 2, 3, 2.5 5 സെൻറ്റിമീറ്റർ ആയിരിക്കണം അത്. ഓക്കെ, ഈക്വൽ പാർട്സ്. ഡ്രോ എ സർക്കിൾ ആൻഡ് എ ഡയമീറ്റർ. ഹൗ ഡു വി ഡ്രോ അനദർ ഡയമീറ്റർ വിച്ച് ഈസ് സ്ട്രെയിറ്റ് അപ്പ് ടു ദിസ്? എന്തോ എടുക്കും നമ്മൾ? സെറ്റ് സ്ക്വയർ എടുക്കും. സെറ്റ് സ്ക്വയർ എടുത്ത് ഇങ്ങനെ വെക്കും. അന്നേരം ഇവിടെ 90 ഡിഗ്രി കിട്ടും. 90 ഡിഗ്രിയാണ് സ്ട്രെയിറ്റ് അപ്പ് ടു എന്ന് പറയുന്നത്. അതിനെ നമുക്ക് ഈ സ്ട്രെയിറ്റ് അപ്പ് ടു എന്ന് പറയുന്നതിന് ശേഷം ലേറ്റർ ദേ വിൽ ചേഞ്ച് ദിസ് വേർഡ് ടു പെർപെൻഡിക്കുലർ. അതായത് ഇപ്പോൾ ഉള്ള ഒരു ലൈനിന് സ്ട്രെയിറ്റ് അപ്പ് ടു വരയ്ക്കുന്നതിനെ നമ്മൾ പെർപെൻഡിക്കുലർ എന്നാണ് വരയ്ക്കുന്നത്, 90 ഡിഗ്രി. സോ 90 ഡിഗ്രിയിൽ നമ്മൾ മേലോട്ടൊരെണ്ണം വരയ്ക്കുന്നു. To how many equal parts did the circle get divided into? 4 equal parts. 1, 2, 3, 4. ശരിയല്ലേ? സെറ്റ് സ്ക്വയർ വെച്ച് മേലോട്ട് വരച്ചു, സെറ്റ് സ്ക്വയർ വെച്ച് താഴോട്ട് വരച്ചു. Now ഈ ഡിസ്ക്രീറ്റ് പോയിന്റ്സ് ഉണ്ടല്ലോ, അതായത് ഇവിടെ ഒരു പോയിന്റ് വന്നു, ഇവിടെ ഒരു പോയിന്റ് വന്നു, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റുകളെല്ലാം കൂടെ ഇവർ കണക്ട് ചെയ്ത് വരച്ചിരിക്കുന്നതാണ് ഈ പടം. ഇങ്ങോട്ട് വരച്ചു, ഇങ്ങോട്ട് വരച്ചു, ഇങ്ങോട്ട് വരച്ചു. കണ്ടോ? വാട്ട് ഷേപ്പ് ഡു വി ഗെറ്റ്? വി ഗെറ്റ്, ഐ കുഡ് സേ റെക്റ്റാങ്കിൾ. 4 സൈഡ് ഉള്ളത് കൊണ്ട് ഞാൻ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നു. സ്ക്വയർ ആണോ ഇല്ലയോ നമുക്ക് നോക്കാം. റെക്റ്റാങ്കിൾ ആണ്. വാട്ട് കൈൻഡ് ഓഫ് ഷേപ്പ്? റെക്റ്റാങ്കിൾ. 4 സൈഡ് ഉള്ളതാണ്. നൗ ഡ്രോ എനി അതർ ഡയമീറ്റർ ആൻഡ് ജോയിൻ ദെയർ എൻഡ്സ്. നിങ്ങൾക്ക് സിമിലർലി എത്ര വേണമെങ്കിലും വരയ്ക്കാം. ഇങ്ങോട്ട് വരയ്ക്കാം, ഇങ്ങോട്ട് വരയ്ക്കാം. അത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതൊരു റെക്റ്റാങ്കിൾ കിട്ടും നിങ്ങൾക്ക്. മനസ്സിലാവുന്നോ? യൂസിങ് ഡിഫറെൻറ്റ് ഒരിക്കലും സ്ക്വയർ ഷേപ്പ് എപ്പോഴും കിട്ടണം എന്നില്ല. അത് റെക്റ്റാങ്കിൾ ഷേപ്പും ആകാം. കാര്യം എനിക്ക് ഡയമീറ്റർ എങ്ങനെ വേണമെങ്കിലും വരച്ചുകൂടെ? സപ്പോസ് ഞാൻ ഡയമീറ്റർ ഇവിടെ വരയ്ക്കാം. സപ്പോസ് ഞാൻ ഡയമീറ്റർ ഇങ്ങനെ വരച്ചു വരണം. ഒരു ഡയമീറ്റർ ഞാൻ എന്താ ഇങ്ങനെ വരച്ചു. 2 ഡയമീറ്റർ തന്നെയല്ലേ? ഇവിടെ എനിക്ക് ജോയിൻ ചെയ്ത് കൊടുത്തൂടെ? എന്താണ്? റെക്റ്റാങ്കിളാണ്, പക്ഷെ അതൊരു സ്ക്വയർ അല്ല. Do we always get the same? Yes, we always get the same rectangle. Now, using different corners of the set square, draw another shapes. അതായത് ഇത് എത്ര ഡിഗ്രിയാണ്? ഇത് 45 ഡിഗ്രിയുടെയാണ്. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? 45 ഡിഗ്രിയുടെയാണ്. സോ 45 ഡിഗ്രി വെച്ച് വരയ്ക്കുക. ഇങ്ങനെ വരച്ച് ഇവിടുന്ന് വീണ്ടും 45 എടുക്കുക, വീണ്ടും 45 എടുക്കുക, വീണ്ടും 45 എടുക്കുക. 45, 45, 45. പോയിന്റ് കണ്ടോ നിങ്ങൾ? വാട്ട് ഷേപ്പ് ഡു വി ഗെറ്റ് ഹിയർ ബൈ ജോയിനിങ് ദ പോയിന്റ്സ്? ഈ പോയിന്റ്സ് ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും? ഏത് ഷേപ്പ് കിട്ടും? ഹൗ മെനി സൈഡ്സ് ഡസ് ഇറ്റ് ഹാവ്? സോ ഇവിടെ നിങ്ങൾ കണ്ടോ, സർക്കിളിനകത്തുള്ള പല പോയിന്റ്സ് 1, 2, 3, 4 എന്ന് പറയുന്ന പോയിന്റ്സ് ഇവിടെ അവർ കണക്ട് ചെയ്തിരിക്കുകയാണ്. എസ് ഓർണോ? 1, 2, 3, 4. അവർക്ക് 4 പോയിന്റ് കിട്ടി. ഇനി ഇവിടെ എത്ര പോയിന്റ് ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8 പോയിന്റ് കിട്ടി. അതായത് 8 സൈഡുള്ള ഒരു ഫിഗർ ആയിരിക്കും അവർക്ക് കിട്ടുന്നത്. കണ്ടോ? 8 സൈഡുള്ള ഫിഗറിനെയാണ് നമ്മൾ ഒക്ടഗൺ എന്ന് പറയുന്നത്. ആർ യു ഗെറ്റിംഗ് ഇറ്റ്?
What shape do we get here by joining the points? We get octagon. How many sides does it have? 8 sides it have. Okay. 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 Using a set square as in this picture. See, ഇവിടെ ഈ സെറ്റ് സ്ക്വയറിന് 45 45 ആണ്. അപ്പോൾ ഇതെടുത്ത് വെച്ചാലും രണ്ടും ഒരേ ഫിഗർ ഒക്ടഗൺ ആയിരിക്കും കിട്ടുന്നത്. ഇത് 90 ഡിഗ്രിയാണ്. ആ 90 ഡിഗ്രിയുടെ ഫിഗർ നമ്മൾ ഇവിടെ കണ്ടു. എന്തെടുത്ത് വെച്ച് നമ്മൾ 90 ഡിഗ്രി വെച്ച് വരയ്ക്കുന്ന സെറ്റ് സ്ക്വയർ എടുത്ത് വെച്ച്. ഇനി മറ്റേ സെറ്റ് സ്ക്വയർ ആണ് നമ്മൾ എടുക്കുന്നത്. ഇവിടെയും ഒരു കോർണർ 90 ഡിഗ്രിയാണ്. ആ 90 ഡിഗ്രിയുടെ പടം നമുക്കിവിടെ ആൾറെഡി കിട്ടിക്കഴിഞ്ഞു. ഇനി ആ സെറ്റ് സ്ക്വയറിൻ്റെ മറ്റുള്ള ആംഗിൾസ് എന്ന് പറയുന്നത് ഒരെണ്ണം 60ഉം ഒരെണ്ണം 30ഉമാണ്. യെസ് ഓർ നോ? യൂസിങ് എ സെറ്റ് സ്ക്വയർ ആസ് ഇൻ ദ പിക്ചർ, ഹൗ മെനി ഈക്വലി സ്പേസ്ഡ് ഡോട്ട്സ് ക്യാൻ ബി മാർക്ഡ് ഓൺ ദ സർക്കിൾ? അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് കിട്ടും? നിങ്ങൾക്കിത് സെറ്റ് സ്ക്വയർ കൊണ്ട് വരയ്ക്കാം. അല്ലാതെ തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് എന്തുവാ, ഒരു സെൻറ്റർ, ഒരു പോയിൻ്റ്, ആ പോയിൻറ്റിന് ചുറ്റും ഒരു സെറ്റ് സ്ക്വയർ വെച്ച് ഞാൻ മെഷർ ചെയ്യുമ്പോൾ ഈ 360 ഡിഗ്രിയെ എനിക്ക് പലതായിട്ട് ഡിവൈഡ് ചെയ്യണം. 60 വെച്ചാണ് ഞാൻ ഡിവൈഡ് ചെയ്യുന്നത്. 60 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് എത്ര കിട്ടും? 6 ഈക്വൽ പാർട്സ് കിട്ടും എനിക്ക്. ഇനി ഇതിൻ്റെ ഈ സെറ്റ് സ്ക്വയറിൻ്റെ വേറൊരു ആംഗിൾ എന്ന് പറയുന്നത് 30 ആണ്. സോ അവിടെ എഗെയിൻ ഞാൻ 30 വെച്ച് ഡിവൈഡ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ 360 ഡിഗ്രിയെ 30 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എത്ര കിട്ടും? 0 പോയി 0 പോയി 3 പോയി 12 3 ആണ് 36. സോ 12 ഈക്വൽ പാർട്സ് ഐ ഗെറ്റ്. ഓക്കെയാ? ഓക്കെയാ? സോ ഹിയർ ഹൗ മെനി ഈക്വലി സ്പേസ്ഡ് ഡോട്ട്സ് ക്യാൻ ബി മാർക്ഡ് ഓൺ ദിസ് സർക്കിൾ? ഇവിടെ 60 ഡിഗ്രി വെച്ചാൽ വരയ്ക്കുന്നത്. 6 സംശയമുണ്ട് നോക്കിക്കോ. 1 2 3 4 5 6. These are joined to make a polygon. പോളിഗൺ എന്ന് പറയുന്നത് ഒന്നിലധികം സൈഡ് ഉള്ളതാണ് ഈ പോളിഗൺ എന്ന് പറയുന്നത്. ഹൗ മെനി സൈഡ്സ് ഡസ് ഇറ്റ് ഹാവ്? 6 സൈഡ് കാണും. 1 2 3 4 5 6. 6 സൈഡുള്ള ഒരു പോളിഗണിനെ നമ്മൾ വിളിക്കുന്നത് ഹെക്സഗൺ എന്നാണ് വിളിക്കുന്നത്. എന്താണ്? ഹെക്സഗൺ. HEXAGON. HEXAGON. ഹെക്സഗൺ. ഇനി ഈ സെറ്റ് സ്ക്വയറിൻ്റെ മറ്റേ ആംഗിളാണ് എടുക്കുന്നത്. ഹൗ മെനി ഈക്വലി സ്പേസ്ഡ് പോയിൻറ്റ്സ് ക്യാൻ ബി മാർക്ഡ് ഇൻ ദ സർക്കിൾ? യൂസിങ് എ സെറ്റ് സ്ക്വയർ ആസ് എബവ്, ഇഫ് വി ജോയിൻ ദീസ് ടു ഡ്രോ എ പോളിഗൺ, ഹൗ മെനി സൈഡ് ഷുഡ് വി ഗെറ്റ്? ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞു ഓർമ്മയുണ്ടോ? 30 ഡിഗ്രി വെച്ച് നമ്മൾ നോക്കിയാൽ 12 പോയിന്റ് നമുക്ക് കിട്ടും. 1 2 3 4 5 6 7 8 9 10 11 12. 12 എണ്ണത്തിനെ വെച്ച് നമ്മൾ വരച്ചാൽ 12 സൈഡുള്ള ഇഫ് വി ജോയിൻ ദീസ് ടു ഡ്രോ എ പോളിഗൺ, ഹൗ മെനി സൈഡ്സ് വുഡ് ഇറ്റ് ഹാവ്? 12 സൈഡ്സ് വിൽ ഇറ്റ് ഹാവ്. മനസ്സിലായോ? ഓക്കെ, ലെറ്റ്സ് ഡു ഇറ്റ്. യൂസ് എ സെറ്റ് സ്ക്വയർ ടു ഡ്രോ 24 സൈഡഡ് പോളിഗൺ വിത്തിൻ എ സർക്കിൾ. 24 സൈഡുള്ള പോളിഗൺ വരയ്ക്കാനാണ് പറഞ്ഞ സെറ്റ് സ്ക്വയർ. അങ്ങനെ സെറ്റ് സ്ക്വയർ നമ്മൾ വേണമെങ്കിൽ ആ സെറ്റ് സ്ക്വയറിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് 15 ഡിഗ്രി ആയിരിക്കണം. യെസ് ഓർ നോ? പക്ഷെ നമുക്ക് നമ്മളുടെ കയ്യിലുള്ള സെറ്റ് സ്ക്വയറിൻ്റെ ഏറ്റവും ചെറിയ ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. ഒന്നുകിൽ നിങ്ങൾ നേരത്തെ ഇതിനകത്ത് 12 ഡിസ്ക്രീറ്റ് പോയിൻറ്റ്സ് ഇതിനകത്ത് വരച്ചില്ലേ? 12 പോയിൻറ്റ്സ് 1 2 3 4 5 6 7 8 9 10 11 12 ഡിസ്ക്രീറ്റ് പോയിൻറ്റ്സ് വരച്ചില്ലേ? അതിൻ്റെ മിഡ് പോയിൻ്റ് കണ്ടെത്തുക. അതായത് ഈ 1നും 2നും ഇടയ്ക്കുള്ള മിഡ് പോയിൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതെത്രയാണ്? ഇത് 15 ഡിഗ്രിയാണ്. ഇത് 15 ഡിഗ്രിയാണ്. ഇതിനെ നിങ്ങൾക്ക് ചേർത്ത് കൊണ്ട് വരച്ചാൽ 24 സൈഡുള്ളത് നിങ്ങൾക്ക് കിട്ടും. മനസ്സിലാവുന്നോ? ദാറ്റ് ഈസ് ഫസ്റ്റ് ട്രിക്ക്. ഇനി സെക്കൻഡ് ട്രിക്ക് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോണം. ഒറ്റ പ്രാവശ്യം പറയും, ശ്രദ്ധിച്ചോണം. ഇവിടെ നമുക്ക് ഒരു 30 ഡിഗ്രി ആൾറെഡി കയ്യിലുണ്ട്. മനസ്സിലാവുന്നോ? എനിക്ക് എല്ലാ ലൈനും, അതായത് നിലവിൽ എനിക്ക് 12 പോയിൻ്റ് ഉള്ളത് ഞാൻ വരച്ച് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് 30 ഡിഗ്രിയാണ്. ഓരോന്നും കിട്ടുന്നത് 30 ഡിഗ്രിയാണ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്
നമുക്ക് ഇങ്ങനൊരു സെറ്റ് സ്ക്വയർ ഇല്ലേ, 45 ഡിഗ്രിയുടെ സെറ്റ് സ്ക്വയർ. ആ 45 ഡിഗ്രിയുടെ സെറ്റ് സ്ക്വയർ എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് അളക്കുമ്പോൾ എനിക്ക് ഈ പോയിൻ്റ് കിട്ടും. പോയിൻ്റ് നമ്പർ എ, അതായത് 2നും 3നും ഇടയ്ക്കുള്ള മിഡ് പോയിൻ്റ് കിട്ടും. അതെന്താ അങ്ങനെ കിട്ടാൻ കാര്യം? 30 ഡിഗ്രി പ്ലസ് 15 ഡിഗ്രി, ടോട്ടലി ഇറ്റ് ഈസ് 45 ഡിഗ്രി. മനസ്സിലാവുന്നോ? ഇനി പോയിൻ്റ് നമ്പർ 2ൽ വെച്ച് ഞാൻ അളന്നു കഴിഞ്ഞാൽ 3 പോവും, ദെൻ 3ൽ നിന്ന് 15 ഡിഗ്രി പോയി എനിക്ക് ഈ സെൻറ്റർ കിട്ടും. ദാറ്റ് ഈസ് പോയിൻ്റ് നമ്പർ ബി കിട്ടും. കാര്യം എന്തോ 30 ഡിഗ്രി പ്ലസ് 15 ഡിഗ്രി. സോ ഓരോ ഈ ലൈനിലും ഞാൻ കൊണ്ടുവച്ച് അളന്നാൽ എനിക്ക് കിട്ടുന്നത് നെക്സ്റ്റ് മിഡ് പോയിന്റുകളായിരിക്കും എനിക്ക് കിട്ടുന്നത്. യെസ് ഓർ നോ? ദാറ്റ് ഈസ് സെക്കൻഡ് ട്രിക്ക്. ഓക്കെ, മനസ്സിലായോ? ദാറ്റ്സ് വാട്ട് അബൌട്ട് ദ ചാപ്റ്റർ ഈസ് ഓവർ. നൗ ജസ്റ്റ് ലുക്ക് ഇൻ ടു ദ ബോക്സസ്. ചില ബോക്സസിനകത്ത് ചില കൊച്ചു കൈക്കറികൾ അവന്മാർ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് നോക്കിയിട്ട് നമുക്ക് ചാപ്റ്റർ എൻഡ് ചെയ്യാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ചുമ്മാ ഹിസ്റ്ററിയാണ്, നിങ്ങളതൊന്ന് വായിച്ചു നോക്കിയോ. ഇവിടെ സ്പിൻ എ ടോപ്പ്, ഒരു കാർഡ്ബോർഡ് സർക്കിൾ നിങ്ങൾ എടുത്തിട്ട് അതിനകത്ത് പല രീതിയിൽ നിങ്ങളൊരു സ്റ്റിക്ക് ഇടിച്ച് കയറ്റാനാണ് പറയുന്നത്. ഏറ്റവും നല്ലോണം കറങ്ങുന്ന ഏതായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. ഇതായിരിക്കും കറങ്ങുന്നത്. കാര്യം ഇതതിൻ്റെ സെൻറ്ററിലൂടെ പോകുന്നു. വിച്ച് ഓഫ് ദ എബോവ് ടോപ്സ് വിൽ സ്പിൻ പ്രോപ്പർലി ദിസ് വൺ, ബിക്കോസ് ദാറ്റ് പാസ് ത്രൂ സെൻറ്റർ. സെൻറ്ററിലൂടെ പാസ് ചെയ്യുമ്പോൾ എന്തോ പറ്റും? സെൻറ്ററിലൂടെ പാസ് ചെയ്യുമ്പോൾ അതിൻ്റെ ചുറ്റിനുമുള്ള മാസ് അത് പ്രോപ്പറായിട്ടായിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ നോക്കും, സാറേ ഈ മാസ് എന്ന് പറഞ്ഞാൽ എന്തുവാ? അതിൻ്റെ ഭാരം. ഓക്കെയാ, മാസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എഴുതാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതിയാൽ ഈ വെയിറ്റ്. സോ ഈ കാർഡ്ബോർഡിൻ്റെ വെയിറ്റ് പ്രോപ്പറായിട്ടായിരിക്കും എല്ലായിടത്തും ബാലൻസ് ചെയ്യുന്നത്. ഈസ് ദാറ്റ് ഓക്കെ? സോ ഇത് നിങ്ങൾക്ക് പഠിക്കാനില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഈ മിഡ് പോയിന്റിനെ നമ്മൾ വിളിക്കുന്നത് സെൻറ്റർ ഓഫ് മാസ് എന്നാണ് വിളിക്കുന്നത്. മനസ്സിലാവുന്നു? ടു മേക്ക് എ ഗുഡ് ടോപ്പ്, വെയർ ഷുഡ് ദ സ്റ്റിക്ക് പിയേഴ്സ് ത്രൂ ദ സർക്കിൾ? ത്രൂ ദ സെൻറ്റർ ഇറ്റ് ഷുഡ് മൂവ്. സെൻറ്റർ ഓഫ് മാസ് എന്നാണ് നമ്മൾ സയൻസിൽ ഇത് വിളിക്കുന്നത്. നിങ്ങൾക്ക് 5-ലില്ലെങ്കിലും 6-ലോ 7-ലോ ഒക്കെ അത് പഠിക്കാൻ കാണും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ട്രയാങ്കിൾ ഫ്രം സർക്കിൾസ്. ഡ്രോ. ഇപ്പോൾ 2 സർക്കിൾ വരച്ചിട്ടുണ്ട്. ഒരു സെൻറ്റർ ഇത്. ഇതിനെ വെച്ചുകൊണ്ട് ഒരു സർക്കിൾ വരച്ചു, ഇതിനെ വെച്ചുകൊണ്ട് ഒരു സർക്കിൾ വരച്ചു. ഡ്രോ എ ലൈൻ ലൈൻ 2 സെൻറ്റിമീറ്റർ ലോങ്. 2 സെൻറ്റിമീറ്റർ ലോങ് ആണ് എന്നതിലുപരി രണ്ടിൻ്റെയും സെൻറ്ററിലൂടെയാണ് അത് പോകുന്നത്. സോ ദിസ് ഈസ് സെൻറ്റർ 1, ദിസ് ഈസ് സെൻറ്റർ 2. സോ ഈ സർക്കിൾ നമ്പർ 1ൻ്റെ സെൻറ്ററാണ് എ, അതിൻ്റെ സെൻറ്ററാണ് ഇത്. സർക്കിൾ നമ്പർ 2ൻ്റെ സെൻറ്ററാണ് ഇത്, അതാണ് ബി. മനസ്സിലായോ? ഇനി ഈ 2 എയും ബിയും കൂടെ കണക്ട് ചെയ്തുകൊണ്ടൊരു ലൈൻ വരച്ചിട്ടുണ്ട്. ആ ലൈനിൻ്റെ നീളമാണ് 2 സെൻറ്റിമീറ്റർ. നൗ ഡ്രോ എ ട്രയാങ്കിൾ ലൈക്ക് ദിസ്. ഈ പോയിൻ്റ് ഉണ്ടല്ലോ, ആ ജോയിൻ ചെയ്യുന്ന പോയിൻ്റ്, ഇവന്മാർ 2 പേരെയും കൂടെ ചേർത്ത് കൊണ്ട് ഒരു ട്രയാങ്കിൾ വരയ്ക്കാനാണ് പറയുന്നത്. മനസ്സിലാവുന്നോ? ഇതാ എല്ലാം ചേർത്തുകൊണ്ട് എ ബി. സപ്പോസ് ഐ ആം നെയിമിങ് ഇറ്റ് ആസ് സി. സോ ട്രയാങ്കിൾ എ ബി സി ഞാൻ വരച്ചു. വാട്ട് ആർ ദ ലെങ്ത് ഓഫ് ദ അതർ 2 സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ? ദാറ്റ്സ് ഇറ്റ്, ഈസി. ഇത് 2 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഈ 2 കാര്യങ്ങളുമാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുന്നോ അതെങ്ങനെയാണെന്ന് പറയാൻ പറ്റുന്നുണ്ടോ? നോക്കാം, പേടിക്കണ്ട. വെരി സില്ലിയാണ് കാര്യം. നിങ്ങൾക്ക് ആകെ നിങ്ങൾ പഠിച്ചിട്ടുള്ള റേഡിയസ് ആണ്. അപ്പോൾ റേഡിയസ് വെച്ചുള്ള എന്തോ ഒരു ചോദ്യമാണ്. ശ്രദ്ധിച്ചോണം. ഞാൻ സർക്കിൾ 1 വരയ്ക്കാൻ പോവുക. ഇതാണ് നമ്മളുടെ സർക്കിൾ 1. സർക്കിൾ 1ൻ്റെ റേഡിയസ് ആണ് ഇതെന്ന് പറയുന്നത്. അത് വെച്ച് ഞാൻ സർക്കിള് വരച്ചു. ഇതും സർക്കിൾ 1ൻ്റെ റേഡിയസ് ആണ്, ഇതും സർക്കിൾ 1ൻ്റെ റേഡിയസ് ആണ്. സോ ഇത് 2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതും 2 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇവിടെ വേറൊരു റേഡിയസ് ഞാൻ വരയ്ക്കുകയാണെങ്കിൽ അതും 2 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇവിടെ ഇങ്ങോട്ട് റേഡിയസ് വരയ്ക്കുകയാണെങ്കിൽ അതും 2 സെൻറ്റിമീറ്റർ ആയിരിക്കും. ദാറ്റ് ഈസ് സർക്കിൾ 1ൻ്റെ റേഡിയസ്, അതായത് റേഡിയസ് 1 എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ ആണ്. മനസ്സിലായോ? ഇനി നോക്കണം. സർക്കിൾ 2 എടുക്കുകയാണ് നമ്മൾ. സർക്കിൾ 2ൻ്റെ സെൻറ്റർ ഇതാണ്. സർക്കിൾ 2ൻ്റെ റേഡിയസ് ഞാൻ വരയ്ക്കുകയാണ്. ഇത് ഇങ്ങോട്ട് റേഡിയസ് വരയ്ക്കുകയാണ്, ഇങ്ങോട്ടും റേഡിയസ് വരയ്ക്കുകയാണ്. സോ ഇത് ഈ സർക്കിളിൻ്റെയും റേഡിയസ് ആയി വരുന്നു 2 സെൻറ്റിമീറ്റർ. സോ ഇതും 2 ആണ്, ഇതും 2 ആണ്, ഇതും 2 ആണ്. ഞാൻ എവിടെ വരച്ചാലും 2 സെൻറ്റിമീറ്റർ ആണ്. അതായത് നമ്മൾക്ക് ഈ തന്നിരിക്കുന്ന ട്രയാങ്കിളിൻ്റെ എല്ലാ സൈഡും 2 സെൻറ്റിമീറ്റർ ആണ്. കാര്യം എന്തുവാ? സൈഡ്സ് റേഡിയസ് ആയി വരുന്നുണ്ട്.
Is that okay? Hexagon from the circle. ഇവിടെ 1, 2, 3 സർക്കിൾസ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നും ഹെക്സഗൺ വരയ്ക്കുവാണ്. ഇഫ് വി ജോയിൻ ദ സെൻറ്റർ ഓഫ് ഔട്ടർ സർക്കിൾസ് ആൻഡ് പോയിൻറ്റ്സ് മേ കട്ട് അക്രോസ്. നമുക്ക് വരയ്ക്കാൻ പോയത് ഇങ്ങനെ. സർക്കിൾ 1ൻ്റെ റേഡിയസ് ആണിത്, സർക്കിൾ 2 ഇത്, സർക്കിൾ 3ൻ്റെ റേഡിയസ് ആണിത്. ഈ സർക്കിൾ ഇവിടെ തൊടുന്ന പോയിന്റിൽ വരച്ചു, ഇവിടെ തൊടുന്ന പോയിന്റിൽ വരച്ചു, ഇവിടെ തൊടുന്ന പോയിന്റിൽ വരച്ചു. ഇതിനകത്ത് ഹെക്സഗൺ നമുക്ക് കിട്ടി. ഫൈൻഡ് ഔട്ട് നെക്സ്റ്റ്. ഡ്രോ എ ട്രയാങ്കിൾ ആൻഡ് എക്സ്റ്റെൻഡ് ദ സൈഡ്സ് ലൈക്ക് ദിസ്. സോ ഒരു ട്രയാങ്കിൾ നമ്മൾ വരച്ചു, യെസ് ഓർ നോ. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോവുക? ആ ട്രയാങ്കിളിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ പോവുക. ആ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡെന്ന് പറയുന്നത് ഇങ്ങോട്ട് നീട്ടി, ഇതിൻ്റെ ഒരു സൈഡെന്ന് പറയുന്നത് ഇങ്ങോട്ട് നീട്ടി, ഇതിൻ്റെ ഈ സൈഡിൻ്റെ ഒരു സൈഡെന്ന് പറയുന്നത് ഇങ്ങോട്ട് നീട്ടി. മനസ്സിലാവുന്നോ? അന്നേരം നിങ്ങൾ ചോദിക്കും, സാറേ ഈ ഒരു സൈഡ് അത് അങ്ങോട്ട് മാത്രമല്ല ഇങ്ങോട്ട് നീട്ടിക്കൂടെ എനിക്ക്? നിങ്ങൾ നീട്ടിക്കോ സാറേ, ഇത് ഇങ്ങോട്ടല്ല ഇങ്ങോട്ട് നീട്ടിക്കോ. പക്ഷെ അത് വേറെ ഡയഗ്രാം ആകും. അത് ഞാൻ പറഞ്ഞുതരാം. ഇനി നോക്കിക്കോണം ഇവരെന്തോ പറയുന്നത് നോക്കാം. എന്നിട്ട് ഇവർ ഈ ഔട്ടർ ആംഗിളിനെ, ട്രയാങ്കിളിന് ഇൻറ്റേർണൽ ആംഗിൾ ഉണ്ടെന്ന് നമുക്കറിയാം. യെസ് ഓർ നോ? ഇതാണ് ഒരു ഇൻറ്റേർണൽ ആംഗിൾ, ഇതാണ് ഒരു ഇൻറ്റേർണൽ ആംഗിൾ, ഇതാണ് ഒരു ഇൻറ്റേർണൽ ആംഗിൾ. ഈ തന്നിരിക്കുന്നത് എന്താണ്? ഈ ആംഗിളിൻ്റെ ഔട്ടർ ആംഗിളാണ്. ഇത് ഔട്ടറാണ്, ഓർ നമുക്കതിനെ എക്സ്റ്റേണൽ ആംഗിൾ എന്ന് പറയാം. ഇസ് ദാറ്റ് ഓക്കെ? ഡ്രോ പാർട്സ് ഓഫ് സർക്കിൾ ഓഫ് ദ സെയിം റേഡിയസ് സെൻറ്റർ അറ്റ് ദ 3 കോർണേഴ്സ് ആസ് ദ പിക്ചർ. കട്ട് ദീസ് 2 ഔട്ട് ആൾ ടുഗദർ ലൈക്ക് ദിസ്. അതായത് 3 ഈക്വൽ പാർട്ടായിട്ട് മാറ്റുക. ഡോണ്ട് യു ഗെറ്റ് എ സർക്കിൾ? യെസ്, എനിക്ക് കിട്ടും. Do this for different triangles. Do you get a circle every time? ഇത് പറഞ്ഞിരിക്കുന്നവർ ഡ്രോ പാർട്സ് ഓഫ് എ സർക്കിൾ ഓഫ് ദ സെയിം റേഡിയസ് ഉള്ള അറ്റ് 3 കോർണേഴ്സ് ഇൻ ദ പിക്ചർ. 3 കോർണറിൽ വരയ്ക്കാൻ പറഞ്ഞേക്കാം. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു പിക്ചറാണ് കിട്ടുന്നത്. കട്ട് ദിസ് ഔട്ട് ആൻഡ് ദെൻ ടുഗദർ ലൈക്ക് ദിസ്. ഓക്കെ, ഡോണ്ട് യു ഗെറ്റ് എ സർക്കിൾ? കിട്ടുമല്ലോ. Do this for different triangles. Do we get every time? Yes, we will get. Now draw a quadrilateral instead of a triangle and do this. Do you get a circle again? Yes. ഒരു സർക്കിളിനെ ഞാൻ എന്ത് പീസായിട്ട് ഡിവൈഡ് ചെയ്ത് മാറ്റിയിട്ട് അത് വീണ്ടും കൊണ്ടുവച്ചാൽ എനിക്ക് സർക്കിൾ തന്നെ കിട്ടും. മനസ്സിലാവുന്നോ? Where is the center? Achu draw a circle using a bangle. Good. He wants to draw a diameter, but he can't find the center. See how it is done using a set square. സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് ഒരു ട്രയാങ്കിളിൻ്റെ സെൻറ്റർ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, അവൻ്റെ സെൻട്രൽ പോയിൻ്റ് നമുക്ക് സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് പ്രോപ്പറായിട്ട് നമുക്ക് കണ്ടെത്തണം. അതിന് ഉള്ള വഴിയാണ് നോക്കിയോ. ഇവിടെ ഒരു സെറ്റ് സ്ക്വയർ ഇങ്ങനെ വെച്ചു. ഇത് 90 ഡിഗ്രി ആയിരിക്കും നമുക്കറിയാമോ. ഇത് 45 ഡിഗ്രിയാണ്. ഇവിടെ നിന്നും പ്രോപ്പറായിട്ട് ഇങ്ങോട്ടുള്ള സെയിം മെഷർമെൻറ്റ് നമ്മളെടുത്തു. 5.5. ആ 5.5 രണ്ടിനെയും കൂടെ നമ്മൾ കണക്ട് ചെയ്തിട്ടാൽ അത് പാസ് ചെയ്യുന്നത് ഏകദേശം സെൻറ്ററിലൂടെ ആയിരിക്കും. പക്ഷേ എവിടെയാണ് സെൻറ്റർ എന്ന് എഗെയിൻ നമുക്ക് പറയാൻ പറ്റുന്നില്ല. ഇനി എന്തോ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ സെറ്റ് സ്ക്വയർ വീണ്ടും 2 ലൊക്കേഷൻ എടുത്ത് വെച്ചു. സെയിം ഡയമീറ്റർ എന്നായിരിക്കും നമുക്ക് കിട്ടും, സെയിം മെഷർമെൻറ്റ്. അത് വീണ്ടും വരയ്ക്കുമ്പോൾ ഇത് രണ്ടും കൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈൻ, ഒരു സെൻട്രൽ പോയിൻ്റ് ഉണ്ട്. അതാണ് ഈ ഒരു സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത്. സോ ഒരു അൺനോൺ സർക്കിളിൻ്റെ സെൻറ്റർ നമ്മൾ 45 ഡിഗ്രിയുടെ സെറ്റ് സ്ക്വയർ എടുക്കും. അത് വെച്ചിട്ട് ഈക്വലി നമ്മൾ മാർക്ക് ചെയ്യും. വേറെ 2 പോയിൻ്റ്, അത് എവിടെ വേണമെങ്കിലും ആവാം, ഇവിടെ വേണമെങ്കിലും ആകാം, അതും പാസ് ചെയ്യും ഇതിനകത്തൂടെ. മനസ്സിലാവുന്നോ? ഇത് പഠിച്ചു വെച്ചോണം. ദിസ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ യു. നൗ അനദർ ഈസ് മാജിക് സർക്കിൾ. ലുക്ക് അറ്റ് ദിസ് പിക്ചർ. ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്. ആ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് കുറേ പോയിന്റുകൾ കൊടുത്തിട്ട് അങ്ങോട്ട് ലൈനുകൾ വരച്ചിരിക്കാം. ഇനി പറഞ്ഞ സം പോയിന്റ്സ് ഓൺ ദ സർക്കിൾ ആർ ജോയിൻഡ്. കംപ്ലീറ്റ് ദ പിക്ചർ ബൈ ജോയിനിങ് ഓൾ പെയർസ് ഓഫ് ദ പോയിന്റ്സ്. സോ ഇത് വെച്ച് എല്ലാ പെയറും വന്നു. ഇനി ഇത് വെച്ച് പെയറുകൾ ഞാൻ വരയ്ക്കട്ടെ. ഇത് വരയ്ക്കണം, ഇത്. ഇനിയോ ഇത് വെച്ചിട്ട് ഇതിനകത്തോട്ട് ആൾറെഡി ഉണ്ട്, ഇതിലില്ല. ഇങ്ങനെ എല്ലാ പോയിന്റ്സും വെച്ച് നിങ്ങൾ വരച്ച് പഠിച്ചോ. ഹിഡൻ ഷേപ്സ്. ഡ്രോ ദിസ് പിക്ചർ ഇൻ യുവർ നോട്ട്ബുക്ക് ആൻഡ് കളർ ഇറ്റ്. വാട്ട് ഓൾ ഷേപ്സ് ക്യാൻ യു ഫൈൻഡ് ഇൻ ദിസ്?
എനിക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ എനിക്ക് ട്രയാങ്കിൾ കണ്ടെത്താൻ പറ്റുന്നുണ്ട്, റെക്റ്റാങ്കിൾ കണ്ടെത്താൻ പറ്റുന്നുണ്ട്, ഹെക്സഗൺ കണ്ടെത്താൻ പറ്റുന്നുണ്ട്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. സോ ചാപ്റ്റർ 3 സർക്കിൾ ഈസ് ഓവർ. വൺ ഓഫ് ദി ഈസിയസ്റ്റ് ചാപ്റ്റർ ആണ്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, എനി ഡൗട്ട് യു ക്യാൻ ആസ്ക് മീ. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ പിള്ളേരെ, ബൈ, താങ്ക് യു.